ക്യാപ്റ്റൻ മില്ലർ ഈ പ്രാവശ്യത്തെ പൊങ്കൽ റിലീസാണ് ധനുഷിൻ്റെ. അരുൺ മാധേശ്വരനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ധനുഷിനെ കൂടാതെ ശിവരാജ് കുമാർ, അതുപോലെ തന്നെ പ്രിയങ്ക അരുൾമോഹൻ എന്നിവരൊക്കെ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുദീപ് കിഷനുണ്ട്. ഇവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് സിനിമയിൽ അണിനിരക്കുന്നുള്ളതാണ്. പിന്നെ 1930 കാലഘട്ടത്തിലെ ഒരു ബ്രിട്ടീഷ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആ ഒരു കാലഘട്ടത്തിലെ അനലീസ എന്ന് പേരുള്ള ഒരു എന്താ പറയുക ക്യാപ്റ്റൻ മില്ലർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. അപ്പോൾ അതായത് ഒരു ബ്രിട്ടീഷ് സേനയിൽ, ബ്രിട്ടീഷ് ആർമിയിൽ ചേരുന്നതും അവിടെ നിന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് അവിടുന്ന് ചാടിപ്പോരുന്നതും അതിനുശേഷം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതുമായിട്ടുള്ള ഒരാളുടെ കഥയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. വലിയൊരു ക്യാൻവാസിലാണ് സിനിമ വരുന്നത്. വലിയൊരു ക്യാൻവാസിലുള്ള സ്റ്റോറിയാണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ടാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. 3 എപ്പിസോഡുകളായിട്ടാണ് വരുന്ന ഒരു എന്താ പറയുക 3 പാർട്ടുകളായിട്ട് വരുന്ന ഒരു സിനിമയാണ്. ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായാലും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ആർമിയിൽ ചേർന്ന് ആർമിയിൽ നിന്നും വലിയൊരു അനുഭവം നേരിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി ബ്രിട്ടീഷുകാരുടെ അന്തകനാകുന്ന ഒരു നായകൻ്റെ കഥ ക്യാപ്റ്റൻ മില്ലർ. അതാണ് സിനിമയിൽ. ധനുഷാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നായികയായിട്ട് പ്രിയങ്ക അരുൾമോഹൻ ഉണ്ട്. കിഡ്ലായിരുന്നു. പെർഫോമൻസുകളൊക്കെ സൂപ്പർ പെർഫോമൻസുകളായിരുന്നു എല്ലാവരുടെയും. കിഡ്ലം പെർഫോമൻസ് എന്ന് പറയാം. ഓരോ കഥാപാത്രവും ചെറിയ ഒരു രംഗത്ത് വന്നു പോകുന്ന ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും എന്താ പറയുക പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഒരു ആക്ഷൻ സിനിമ എന്ന് പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകുന്നത്. ഒരു ക്ലാസ് മൂവിയാണ്. പിന്നെ ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന, ഞാൻ പറഞ്ഞില്ല, ഒരു ഇന്ത്യൻ വാർ, അതാണ് സംഭവം. ബ്രിട്ടീഷുകാർക്കെതിരെ കുറച്ച് പേർ കുറച്ച് പേർ ചേർന്നുള്ള ഒരു യുദ്ധം, അതാണ് ഈ ഒരു സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു ക്യാരക്ടറൈസേഷനാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ലാഗ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കണ്ടു തീർത്തൊരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇൻ്റർവൽ പഞ്ച് സൂപ്പറായിരുന്നു. ഇൻ്റർവൽ പഞ്ച് പറഞ്ഞാൽ ഇൻ്റർവലിൽ ഉള്ള ആ ഒരു ചേസ് രംഗങ്ങളും ആ ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ കിടലായിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെ ട്രെയിലർ കട്ടിലൊക്കെ കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ക്ലൈമാക്സിലുള്ള കുറച്ച് രംഗങ്ങളുണ്ട്, അതൊക്കെ കിടലായിട്ട് തന്നെ അവർ ആ യുദ്ധങ്ങളൊക്കെ ഒരു വാറൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ആ ഗൺഷോട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും കിടലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഓരോ ഫ്രെയിംസൊക്കെ സൂപ്പറായിരുന്നു. തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ആ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു എന്ന് പറയാം. ക്യാമറ വർക്കുകളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ VFX CG വർക്ക് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കഴിയുന്നതും ബജറ്റ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം 50 കോടി ബജറ്റാണെന്ന് തോന്നുന്നു സിനിമയുടെ ഒരു ബജറ്റ് വരുന്നത്. എന്തായാലും നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡീസൻ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവങ്ങൾ. എന്നാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല സിനിമയുടെ ആ ഒരു സംഭവം. പിന്നെ ഈ അരുൺ മാധേശ്വരൻ്റെ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. ഞാനീ സിനിമയുടെ പേര് പറഞ്ഞത് കീർത്തി സുരേഷും ഒക്കെ ഉള്ള ഒരു സിനിമ ഉണ്ട്. പിന്നെ റോക്കി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. എല്ലാം സൂപ്പർ സിനിമകളായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. എന്നാലും ആ ഒരു മേക്കിംഗ് ശൈലി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഡീസൻറ്റ് വാച്ച് മൂവിയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഗംഭീര സംഭവമല്ല, എന്നാൽ അങ്ങ് അത്രയും ഡൗൺ ആയി പോയിട്ടുമില്ല. ഒരു ഡീസൻറ്റ് വാച്ചാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തന്നെ പറയാം. ആ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ, ആ ഒരു ധനുഷ് എന്ന പെർഫോമർ ഒരു രക്ഷയില്ല, കിഡു തന്നെ പറയാം. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായിട്ട് എനിക്ക് അത്ര ഞാൻ പറഞ്ഞില്ല, ചെറിയ ലാഗ് ഫസ്റ്റ് ഹാഫിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ വലിയൊരു ക്യാൻവാസിൽ വരുന്ന സ്റ്റോറിയാണ് അത്. ഈ ഒരു ഇതിൽ 2 മണിക്കൂറിനുള്ളിൽ അവർ തീർത്തിട്ടുണ്ട്. ഒരു എൻഡിങ് ഉണ്ട് ഇതിന്. അപ്പോൾ അടുത്തൊരു പാർട്ട് വരാനുണ്ട്. അതിനുള്ള ടൈലറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ നെഗറ്റീവൊന്നും എനിക്ക് പറയാനില്ല, വലിയ സംഭവമായിട്ടുള്ള നെഗറ്റീവുകളൊന്നും പറയാനില്ല. തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ ടൈപ്പ് പിന്നെ മേക്കിങ്ങും അല്ല. എല്ലാവരും ചിലപ്പോൾ ഒരു മാസ് ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ഗണത്തിലൊക്കെ വിചാരിച്ച് സിനിമയ്ക്ക് വരും. ട്രെയിലർ കട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. ഒരു ക്ലാസ് മൂവി എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഈ സ്റ്റോറിയിൽ തന്നെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പിന്നെ വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. എന്താണെന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.